എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ മഴ ശക്തമായിട്ട് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരയുന്ന ഒരു കാര്യമുണ്ട്, സ്കൂൾ അവധിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങൾ. അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ പൊതുവായിട്ട് എല്ലാ ജില്ലകൾക്കും ഒരുമിച്ച് മഴ അവധി പ്രഖ്യാപിക്കാറില്ല. ഓരോ ജില്ലയിലെയും മഴയുടെ തീവ്രത, റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ടുകൾ, ജലാശയത്തിലെ ജലനിരപ്പ് എന്നിവ നോക്കി അതത് ജില്ലാ കളക്ടർമാരാണ് അവധി തീരുമാനിക്കുന്നത്. സാധാരണയായിട്ട് പിറ്റേ ദിവസത്തെ അവധി പ്രഖ്യാപനങ്ങൾ തലേ ദിവസം വൈകുന്നേരം 6 മണിക്കും രാത്രി 9 മണിക്കും ഇടയിലാണ് വരാറുള്ളത്. ചില അടിയന്തര സാഹചര്യത്തിൽ മാത്രമാണ് രാവിലെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ ഒട്ടനവധി വ്യാജ വാർത്തകളും പഴയ അവധി ഉത്തരവുകളും പ്രചരിക്കാറുണ്ട്. ഇതിൽ വീണു പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങളുടെ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് മാത്രം ഫോളോ ചെയ്യുക. അതിലാണ് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ആദ്യ വിവരങ്ങൾ വരുന്നത്. 2, പ്രമുഖ വാർത്താ ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസ് പരിശോധിക്കുക. 3, അവധി പ്രഖ്യാപിച്ചാലും മുൻകൂട്ടി നിശ്ചയിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും മാറ്റം ഉണ്ടാകാറില്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ, വ്യാജ പോസ്റ്റുകൾ കണ്ട് കൺഫ്യൂസ്ഡ് ആകരുത്. ഈ ഒരു മൺസൂൺ കാലത്ത് എല്ലാവരും സുരക്ഷിതരായിരിക്കുക. അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാതിരിക്കുക. നിങ്ങൾ ഏത് ജില്ലയിലാണ് ജീവിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും പുതിയ മഴ അപ്ഡേറ്റുകളും അവധി വിവരങ്ങളും കമന്റിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.